ഈ ആഴ്ചയിൽ നടന്ന എവിക്ഷനിൽ അഭിലാഷ് ഔട്ടായിരിക്കുകയാണ്. 5 പേരാണ് ഈ ആഴ്ചത്തെ എവിക്ഷനിലുണ്ടായിരുന്നത്. ആദില, സാബുമാൻ, ജിസേൽ, അക്ബർ, അഭിലാഷ്. ഇതിൽ നിന്നാണ് അഭിലാഷ് ഔട്ടായിരിക്കുന്നത്. ഒരു ചെറിയ ടാസ്ക് ആയിരുന്നു. ഇവർ ഓരോരുത്തരുടെയും മുന്നിൽ 5 ബോക്സുകൾ വെച്ചിരിക്കും. ഇവർ കൈ കോർത്ത് പിടിച്ചുകൊണ്ട് അവരവരുടെ മുന്നിലിരിക്കുന്ന ബോക്സിലേക്ക് ചാടണം. അപ്പം ചാടുമ്പോൾ ബോക്സിലോട്ട് കാല് താഴ്ന്നു പോവുകയാണെങ്കിൽ അവർ സേവാണ്. അതല്ല, ബോക്സ് താരുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ ഔട്ടാണ്. അതായിരുന്നു ഇവർക്ക് കൊടുത്ത ടാസ്ക്. അപ്പം ആദ്യം അങ്ങനെ കൈകോർത്ത് പിടിച്ച് മുന്നോട്ട് ചാടിയ ഫസ്റ്റ് ബോക്സ് ചാടി സെക്കൻഡ് ബോക്സിനകത്ത് ചാടിയപ്പോൾ ജിസേൽ സേവായി. രണ്ടാമത്തെ റൗണ്ട് വന്നപ്പോൾ സേവായത് ആദിലയും അക്ബറുമായിരുന്നു. പിന്നീട് ലാസ്റ്റ് റൗണ്ട് മുന്നോട്ട് ചാടാനുള്ളത് സാബുമാനും അഭിലാഷും മാത്രമായിരുന്നു. ചാടുന്നതിന് മുന്നേ തന്നെ അഭിലാഷ് ഭയങ്കര ടെൻഷനിലായി. അഭിലാഷിൻ്റെ ആ ഒരു നിപ്പ് കാണുമ്പോഴേ നമുക്കറിയാം അഭിലാഷ് ഭയങ്കര ടെൻഷനിലാണെന്ന്. മുന്നോട്ട് ചാടിയ സമയത്ത് സാബുമാൻ്റെ ബോക്സ് താഴ്ന്നു പോയി. അപ്പോൾ തന്നെ അനൗൺസ് ഉണ്ടായിരുന്നു, സാബുമാൻ സേവാണ്, അഭിലാഷ് ഈ ആഴ്ച എവിക്റ്റഡ് ആയിരിക്കുകയാണെന്ന്. അഭിലാഷിന് വീട്ടിലുള്ളവരോട് യാത്ര പറഞ്ഞിട്ട് പ്രധാന വാതിലിലൂടെ പുറത്തേക്ക് വരാമെന്ന് ബിഗ് ബോസിൻ്റെ അനൗൺസ് ഉണ്ടായിരുന്നു. നേരെ പിന്നെ എല്ലാവരെയും കാണാനായിട്ട് പോയി. പക്ഷേ ഭയങ്കര ഇമോഷണലായിട്ടുള്ള ഒരു യാത്രയയപ്പ് തന്നെയാണ് നമ്മുടെ അഭിലാഷിന് കിട്ടിയത്. കാരണം അഭിലാഷ് കരയുന്നുണ്ടായിരുന്നു. ഒന്നിലൊക്കെ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. എല്ലാവർക്കും ഷോക്കായിപ്പോയി. കാരണം സാബുമാൻ പോകാൻ സാധ്യതയുണ്ട്. അഭിലാഷ് വലിയൊരു ഗെയിമറാണ് എന്നുള്ള നിലയിലാണ് ഇതുവരെ നിന്നത്. ഇവരെ 2 പേരിലും സാബുമാൻ വൈൽഡ് കാർഡായിട്ട് വന്ന ഒരാളും തുടക്കം മുതലുള്ളൊരു കണ്ടസ്റ്റൻ്റായ അഭിലാഷിലും വെച്ച് സാബുമാൻ പോകാനാണ് സാധ്യതയെന്നാണ് ആ വീട്ടിലുള്ളവരെല്ലാം വിചാരിച്ചിരുന്നത്. പക്ഷേ എല്ലാവർക്കും ഷോക്കായത് അഭിലാഷ് പോയതിനകത്താണ്. അഭിലാഷ് യാത്ര പറയാനായിട്ട് വന്നപ്പോൾ തന്നെ എല്ലാവരും കരയുന്നുണ്ട്. പിന്നെ വന്നിട്ട് അഭിലാഷ് ആദ്യമേ ഇതാണ് പറഞ്ഞത്, ഞാൻ ഇവിടെ വെച്ച് ആരോട് എങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനെല്ലാത്തിനും മാപ്പ് എന്ന് പറയാനായിട്ട് വാക്കുകൾ വരുന്നില്ല. അപ്പോഴത്തേനും കരയുന്നുണ്ടായിരുന്നു. പിന്നെ ഒനിലൊക്കെ ഭയങ്കരമായിട്ട് കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാം നിങ്ങൾ മറക്കണം, എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ട് ഹൗസിലുള്ളവരെടുത്ത് യാത്ര പറഞ്ഞിട്ട് നേരെ വന്നിട്ട് എല്ലാവരും കൂടെ നിന്നിട്ടൊരു സെൽഫിയൊക്കെ എടുത്തിട്ടാണ് ബാക്കിയുള്ള കണ്ടസ്റ്റൻറ്റുകൾ അഭിലാഷിനെ യാത്രയാക്കിയത്.